സെക്രട്ടറിയാണ് പറഞ്ഞത്. വളരെ ഗൗരവതരമായിട്ടായി നില കണ്ടത്. CPI ജനറൽ സെക്രട്ടറി പറയുന്നത് CPIന് തെറ്റുപറ്റി. അത് ഗുരുതരമായ കാര്യമല്ലേ? അപ്പം അത്രയും ഒരു ഘടകകക്ഷി പറയുന്ന അവസ്ഥയിൽ പോലും എത്തിക്കാൻ, ഇത് നിർബന്ധിപ്പിക്കാൻ ഈ കരാർ എന്താണ് കാരണം എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ്. അജ്ഞാതമല്ല, എല്ലാവർക്കും അറിയാം, പക്ഷേ അജ്ഞാതമാണെന്ന് അടിക്കുകയാണ്. ഇത് കൃത്യമായിട്ടും BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്ന് വ്യക്തമാണ്. CPIക്ക് നീതി കിട്ടിയിട്ടില്ല. CPI ഉയർത്തിയ വിഷയങ്ങൾക്ക് അത് എങ്ങനെ കിട്ടിയത്? നിങ്ങളുടെ ലെവലിൽ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. എന്താണ് കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ ഒരു കരാറിൽ ഒപ്പിട്ടാൽ ആ കരാറിന് പിൻവാങ്ങാൻ വ്യവസ്ഥയുണ്ടോ? ആ കരാറ് മുന്നോട്ട് പോകുന്നുണ്ടോ? എന്താണ് സാഹചര്യം ഉണ്ടാവുക? നിങ്ങൾ അന്വേഷിച്ചു. മുകളിലല്ലാതെ വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു കത്തും ഉണ്ടാക്കാൻ ആ കരാർ ഇല്ലാതാവുന്നില്ല, കത്തും ഉണ്ടാ കരാർ നീട്ടിവെക്കുന്നില്ല. ആശ്വസിക്കട്ടെ CPI. നമുക്ക് പത്രത്തിലേ പറയാൻ പറ്റുള്ളൂ. ആശ്വസിക്കട്ടെ CPI. പക്ഷെ അവിടെയല്ലല്ലോ ചോദ്യം. നിങ്ങളുടെ നയത്തിനെതിരായിട്ട് ഒപ്പിടാനുള്ള ഒരു പൊളിറ്റിക്കൽ തീരുമാനം എങ്ങനെ വന്നു? ക്യാബിനറ്റിൽ CPI മന്ത്രിമാർ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ മന്ത്രിസഭയിൽ വിശ്വാസമില്ലാത്തൊരു കാര്യം ചെയ്യാൻ എന്തു പ്രേരണയാണ് ഉണ്ടായത്? അതല്ല ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടുണ്ടോ ഇപ്പം? ഇല്ല. ആ ചോദ്യത്തിന് ഉത്തരമാണ് വേണ്ടത് നമുക്ക്. രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ CPM MLA-മാർ തന്നെ ഇതിനകത്ത് എതിർത്തിട്ടുണ്ട്. കേരളത്തിലും ചെറിയ 2-3 MLA-മാരെങ്കിലും പല സ്ഥലത്തും എതിർത്തിട്ടുമുണ്ട്. ഞാൻ ചോദിച്ചത് എത്രയേ ഉള്ളൂ. CPM MLA എതിർക്കുന്നതോ CPI എതിർക്കുന്നതോ അല്ല. ഇത്തരമൊരു നയത്തിലോട്ട് പോയി ധൃതി പിടിച്ച് ഒപ്പിടാൻ, അതും ക്യാബിനറ്റെ പോലും മറച്ചു വെച്ചുകൊണ്ട് ഒപ്പിടാൻ കാണിച്ച ചേതോവികാരം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കണം. ഇതിപ്പോൾ ക്ലിയറാണ്. അപ്പോൾ ഇതേ ഗവൺമെൻറ് തന്നെയാണ് 2024 കത്ത് എഴുതുക. കണ്ടിട്ടുണ്ടാവുമല്ലോ, പ്രിൻസിപ്പൽ സെക്രട്ടറി എഡ്യൂക്കേഷൻ്റെ കത്തുണ്ടായിരുന്നു. ഇത് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഔത്സുക്യമുണ്ട്, കേരളം കാത്തിരിക്കുന്നൊരു പദ്ധതിയാണ്, ആ പദ്ധതിയിൽ ഞങ്ങൾ ചേരാനുണ്ട്, അതുകൊണ്ട് ആദ്യത്തെ ഗഡു തരണം എന്ന് പറഞ്ഞുകൊണ്ട് 2024, ഇപ്പോഴല്ല, ഒരു വർഷം മുമ്പ് അയച്ച കത്താണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടും തീരുമാനിച്ചത് CPM ആണ്. CPI മന്ത്രിമാർ ഒപ്പിട്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വഴികളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കൃത്യമായിട്ടും ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഏറ്റവും വലിയ ഘടകകക്ഷി സ്വന്തം പാർട്ടിയിൽ എതിർപ്പ് കൂടെ വരുമ്പോൾ വേറെ ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു തന്ത്രം ഒരുക്കുക എന്നുള്ളതാണ് ബേസിക് കാര്യത്തിൽ നിന്ന് പിന്മാറി എന്നുള്ളത് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാർ ഈ മരവിപ്പിക്കാനുള്ള കത്ത് അംഗീകരിച്ചില്ല എങ്കിൽ കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം എന്ന രീതിയിൽ മുന്നോട്ട് പോകാനാണ് ആര് പറഞ്ഞു? അത് അതിനുള്ളൊരു അവസരമാണല്ലോ. അവർ തന്നെ ചെയ്ത പാപത്തിൻ്റെ പുറത്ത് അവർ പോരാട്ടം നടത്തുന്നതാണോ? ഇത് വേറെ ആരും പറഞ്ഞ് ഒപ്പിട്ടല്ലോ. സംസ്ഥാന ഗവൺമെൻറ് സെക്രട്ടറി ഒന്നും ഒപ്പിട്ടതല്ലേ? അവരൊപ്പിട്ടത് അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ കുറ്റം വേറെ ആരുടെ തലയിലാണ്? സമരം ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? ഇത് ഒപ്പിടാതിരുന്നാൽ പോരെ. ഒപ്പിട്ടിട്ട് എല്ലാം ചെയ്തു കൊടുത്തിട്ട് എല്ലാം തയ്യാറാക്കിയിട്ട് ഇപ്പം എല്ലാ ഭാഗത്തുനിന്നും വിമർശനം വന്നപ്പോൾ തടിയൂരാൻ വേണ്ടി ഒരു കത്തയച്ചിട്ട് അത് കത്ത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ സമരം ചെയ്യുന്നു. നമ്മൾ ഒരുപാട് കാണുന്നുണ്ടല്ലോ സമരമൊക്കെ. കേരളത്തിൽ കേന്ദ്രവിരുദ്ധ സമരങ്ങളൊക്കെ ഒരുപാട് കാണുന്നുണ്ട്.